ഹായ് നമസ്കാരം. ഒരു വൈറൽ വീഡിയോ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ആകെ നിലനിന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൂടി ഇല്ലാതായ പശ്ചാത്തലത്തിൽ സഖാക്കന്മാരെല്ലാം നിരാശയിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു പ്രമുഖ സഖാവിൻ്റെ വീഡിയോ പുറത്തു വരികയും അതിപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. അങ്ങ് പഞ്ചാബ്, ത്രിപുര, ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ നിന്ന് വരെ കമൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ. തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ തലസ്ഥാനത്തെ പ്രമുഖ CPIM നേതാവും പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള IP ബിനു പങ്കുവച്ച ഈ ഒരു വീഡിയോ നോക്കിയേ. പൊടുന്നനെ, അതായത് സഖാക്കന്മാരെല്ലാം അവസാനിച്ചു, തീർന്നു, ഇടതുപക്ഷ ഇതോടുകൂടി ഒടുങ്ങി എന്നൊക്കെ ഈ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് IP ബിനു സോഷ്യൽ മീഡിയയിൽ തൻ്റെ ഈ വീഡിയോ പങ്കുവച്ചത്. സാധനം ഉഷാറാണ്. കാര്യം സഖാക്കന്മാർക്കെല്ലാം ഒരു ആവേശമുണ്ടാക്കാനായിട്ട്. കാര്യം തോൽവിയിൽ മാനസികമായി തകർന്ന് അല്ലെങ്കിൽ പരാജയപ്പെട്ടതോടുകൂടി വലതുപക്ഷ മാധ്യമങ്ങളുടെ കൊടുമ്പിരി കൊണ്ട പ്രചരണത്തിൽ അവരും മാനസികമായി നിരാശയിലാണ്. ആ നിരാശ ഉടലെടുത്ത് കഴിയുന്ന സന്ദർഭങ്ങളിലാണ് ഒരു ആവേശം വാരി വിതറാൻ ആ ദൃശ്യത്തിന് കഴിയുന്നത്. ആ നിലയ്ക്ക് IP പങ്കുവച്ചിരിക്കുന്ന ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ സ്വന്തം പേജിൽ തന്നെയാണ് അത് പോസ്റ്റ് ചെയ്തത്. ആ പോസ്റ്റ് ചെയ്ത വീഡിയോ സഖാക്കന്മാർ ഏറ്റെടുത്തിട്ടുണ്ട്. നേരത്തെ ഈ ത്രിപുരയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി പോലും അതിൽ വന്നിട്ട്, CPM ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി പോലും അതിൽ വന്ന് ഒരു കമൻറ്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ ആ വീഡിയോ അങ്ങ് ത്രിപുരയിൽ വരെ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ചില പരാജയങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഒരു ദൃശ്യം കണ്ടാൽ മതി, ഉള്ളിലെ നിരാശ മാറി ഒരു ആവേശം അങ്ങ് അടിത്തട്ടിൽ നിന്നിങ്ങനെ ഉണർന്നുണർന്ന് വരുമെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു ദൃശ്യമാണെന്നത് പറയേണ്ടി വരുന്നു. സഖാക്കന്മാരുടെയൊക്കെ അതിനുള്ളിലെ പ്രതികരണവും ചിലരൊക്കെ അത് നെഗറ്റീവ് ആക്കുന്നുണ്ട്. കാര്യം ഒരു കാരണവശാലും അവർ ആ ആലസ്യത്തിൽ നിന്ന് എണീക്കാൻ പാടില്ല. തോൽവിയുടെ നിരാശയിൽ പൂണ്ട് എങ്ങനെയും ഇത് ഇവിടെ പഴയ രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കണം. അവർ ആ തകർന്ന അവസ്ഥയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുന്നിലേക്കാണ് ഇങ്ങനെ ഒരു ചെറു മരുന്ന് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ബൂസ്റ്റർ ഡോസ് എന്നുള്ള നിലയ്ക്ക് ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അതിപ്പോൾ സഖാക്കന്മാർക്കിടയിൽ ആഘോഷിക്കപ്പെടുകയാണ്.